നമസ്കാരം. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട് ധാരാളം കൺസൾട്ടേഷൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ ചുരുക്കം ചില ആൾക്കാരെങ്കിലും ഞാനുമായിട്ട് തർക്കത്തിലേർപ്പെടുന്ന ചില അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരൊരു പേര് കാണിച്ചു തരും. ഈ പേര് അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലോഗോ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും ഫേമസ് ആയിട്ടുള്ള പേരുമായിട്ടോ ലോഗോ ആയിട്ടോ അതിനൊരു റിസംബ്ലൻസ് കാണാം. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ പേരിന് റിസ്ക് എലമെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്, കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. ഈ സമയത്തായിരിക്കും അവർ തർക്കിക്കാനായിട്ട് വരുന്നത്. അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ കമ്പനിയുടെ പേരുമായിട്ട് ഇതിൽ വ്യത്യാസം ഉണ്ടല്ലോ, ഇതിന് കുറച്ച് അക്ഷരങ്ങൾ കൂടുതലുണ്ടല്ലോ, ഇത് ഉച്ചരിക്കുന്ന വേറെ രീതിയിലാണല്ലോ. എൻ്റെ ഓൾസോ ലോഗോയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു കെർവ് കൂടുതലാണല്ലോ, വേറൊരു നിറമാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും സാമ്യത ഇല്ലല്ലോ, എൻ്റയർലി ഡിഫറെൻ്റ് അല്ലേ. ആ ചെറിയ സാമ്യതകൾ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും തർക്കിക്കാൻ വരാറുണ്ട്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവർക്ക് ആ പേര് എങ്ങനെയെങ്കിലും കിട്ടണം. കാരണം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചുള്ള ഒരു പേരാണ്, അവർക്കത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ തർക്കിക്കാൻ വരാറുണ്ട്. ഈ ഒരു ട്രേഡ് മാർക്കിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ലല്ലോ, അത് ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ആണല്ലോ. പക്ഷേ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു തർക്കം വരുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ലാൻഡ് മാർക്ക് കേസ് ഉണ്ട്. ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലോഗോ നോക്കുക, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എവിടെയെങ്കിലും കണ്ട് മറന്നതായിട്ടുള്ള ലോഗോവുമായിട്ട് സാമ്യം വരുന്നുണ്ടോ? സ്റ്റാർബക്സുമായിട്ടൊരു സാമ്യത വരുന്നുണ്ട് അല്ലേ? പേര് സർദാർ ബക്ഷ് എന്നാണെന്നുണ്ടെങ്കിലും ഇത് സ്റ്റാർബക്സുമായിട്ടുള്ള വലിയ സാമ്യത വരുന്നുണ്ട്. ഈ ഒരു കേസ് സ്റ്റാർബക്സ് വേഴ്സസ് സർദാർ ബക്ഷ് കോഫി ആൻഡ് കോ എന്ന പേരിലാണ്. 2018 ഇതിൻ്റെ വിധി വന്നിട്ടുണ്ടായിരുന്നത്. കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. 2001 സ്റ്റാർബക്സ് ഇന്ത്യയിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത്. അന്ന് സ്റ്റാർബക്സ് കൊടുത്തിട്ടുള്ള ലോഗോ അവരുടെ ഐക്കോണിക് ലോഗോ തന്നെയായിരുന്നു, ഇതായിരുന്നു. അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. 2015 ഡൽഹി ബേസ് ചെയ്തിട്ട് സർദാർ ബക്ഷ് ആൻഡ് കോ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു വ്യക്തി ഒരു സ്ഥാപനം ആരംഭിച്ചു. ഒന്നല്ല, മൾട്ടിപ്പിൾ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 2 3 മറ്റോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ 20ഓളം ഔട്ട്ലെറ്റുകൾ ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 2017 സ്റ്റാർബക്സ് ഇത് കണ്ടെത്തി. എന്നിട്ട് സർദാർ ബക്ഷിന് ഒരു നോട്ടീസ് അയച്ചു, ഈ ലോഗോ നിങ്ങൾ ചേഞ്ച് ചെയ്യണം, പേരും ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ. കാരണം ഇത് പക്ക ഒരു ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. ആൾക്കാർക്കിടയിൽ കൺഫ്യൂഷൻ വരും. ഈ ഒരു പേരും ഈ ഒരു ലോഗോവും കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റാർബക്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേരും ലോഗോവും മാറ്റണം. സർദാർ ബക്ഷ് ചെയ്തത് ഗ്രീൻ കളറിന് പകരം ഗ്രീൻ കളർ മാറ്റിയിട്ട് മഞ്ഞയും കറുപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ്, മഞ്ഞ പ്ലസ് കറുപ്പ്, ഈ 2 കളേഴ്സിലേക്ക് അത് മാറ്റി. പേരിൽ യാതൊരു മാറ്റം വരുത്തിയില്ല, ലോഗോൻ്റെ രൂപത്തിൽ യാതൊരു മാറ്റം വരുത്തിയില്ല. 2018 ഈ സ്റ്റാർബക്സിൽ സാറ്റിസ്ഫൈഡ് ആയില്ല. അവർ ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഡൽഹി ഹൈക്കോർട്ട് 2 പേരുടെയും വാദം വിശദമായിട്ട് കേട്ടു. എന്നിട്ട് സ്റ്റാർബക്സിന് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചു. കാരണം എന്താണ്? 2 പേരുകൾ നമ്മൾ ആദ്യം എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റാർബക്സ് ആൻഡ് സർദാർ ബക്ഷ് സാമ്യത ഉണ്ട് അല്ലേ? അത് കേൾക്കുന്ന സമയത്ത്, ആ പേര് കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു സാമ്യത തോന്നുന്നുണ്ട്. മറ്റൊന്ന്, ആ ലോഗോയിലുള്ള എലമെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് സ്റ്റാർബക്സിൻ്റെ ലോഗോയിൽ എന്താണ് വരുന്നത്? ഒരു ക്രൗൺ അണിഞ്ഞിട്ടുള്ള ഒരു ലേഡി, അവരുടെ ഹെയർ ഇങ്ങനെ വേവ് പോലെ പോകുന്നു, റൈറ്റ്? ഇതാണ് അവരുടെ ലോഗോ. ഇനി സർദാർ ബക്ഷിലേക്ക് വരുന്ന സമയത്ത് ലേഡിക്ക് പകരം ആരായി? ഒരു ടർബൻ ധരിച്ചിട്ടുള്ള ഒരു ആളായി. ഒപ്പം തന്നെ ബാക്കിൽ ഇതേപോലെ ഒരു വേവ് സിമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഷേപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. 2ൻ്റെയും ബേസ് സെയിം ആണ്, റൈറ്റ്? ഒന്നിന് കുറച്ചൊരു ഫെമിനിൻ ടച്ചാണ്, മറ്റൊന്നിന് കുറച്ച് മാസ്കുലർ ടച്ചാണെന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ 2ൻ്റെയും ബേസ് സെയിം ആണ്. ഇതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് സാധാരണക്കാർക്കിടയിൽ ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ആളുകൾ ഒരു ബ്രാൻഡ് നെയിം പൂർണ്ണമായിട്ടും വായിച്ച് നോക്കത്തില്ല. അത് കാണുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാകും, അവർ കയറും. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പേരിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് മനസ്സിലാക്കാതെ ഇത് മറ്റേ ബ്രാൻഡാണെന്ന് വിചാരിച്ചിട്ട് ഷോറൂമിലേക്ക് കയറാനും പ്രൊഡക്റ്റ് എടുക്കാനുമായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്, തെറ്റിദ്ധരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ നോക്കുന്ന സമയത്ത് ഇത് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ചോദ്യമുണ്ട്, സാധാരണക്കാരൻ ഈ പറയുന്ന സ്റ്റാർബക്സിൽ കയറുമോ എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ നോക്കുന്ന ഒരു കാര്യമല്ല. സ്റ്റാർബക്സിൽ ആരൊക്കെ കയറും ആരൊക്കെ കയറില്ല എന്നുള്ളതൊന്നുമല്ല അവിടെ നോക്കുന്നത്. ഈവൻ ഒരു സാധാരണക്കാരൻ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അതായിരിക്കും കോടതി പരിഗണിക്കുന്നത്. അപ്പം ഇപ്പോൾ ട്രേഡ് മാർക്കിലെ നിയമങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടത് ടെക്നിക്കലായിട്ടല്ല, ഇമോഷണലായിട്ടാണ്. ടെക്നിക്കലായിട്ടല്ല ഈ നിയമത്തിൽ നോക്കിക്കാണ്ടത്, ഇമോഷണലായിട്ടാണ്. ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് സാധാരണക്കാരൻ ഇത് കൺഫ്യൂസ്ഡ് ആവോ, സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കേണ്ടത്. ഇതിനെയാണ് ലീഗലി ഡെസിപ്റ്റീവ്ലി സിമിലർ എന്ന് വിളിക്കുന്നത്.
ട്രേഡ് മാർക്ക് ഒരിക്കലും ഡിസിപ്റ്റീവ്ലി സിമിലർ ആവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, ഇതാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ മറ്റൊന്നിലേക്ക് കയറി പോവരുത്. റൈറ്റ്. അപ്പം ഈ കോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു. ഇതിനകത്ത് ഈ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് ഈ പറയുന്ന സർദാർ ബക്ഷ് എന്ന് പറയുന്ന പേര് ഇനിയുള്ള ഔട്ട്ലെറ്റുകൾക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. 20ഓളം ഔട്ട്ലെറ്റുകൾ തുറക്കാൻ പോകുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിലേക്ക് നിങ്ങൾ സർദാർ ജി -ബക്ഷ് എന്ന് പറയുന്ന പേരിൽ മറ്റൊരു ലോഗോയിൽ നിങ്ങൾ ചെയ്തോളൂ. ഈ ലോഗോ നിങ്ങൾ യൂസ് ചെയ്യരുത്. പേര് മാറ്റിയെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞുള്ളൊരു കാര്യം ഇതായിരുന്നു, സർദാർ ജി -ബക്ഷ് എന്ന് പറയുന്ന പേരിൽ മറ്റൊരു ലോഗോ വെച്ചുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കോളൂ. സെപ്റ്റംബർ 27, 2018 ഈ സർദാർ ജി ബക്ഷ് ഇത് അംഗീകരിക്കുകയും ഈ പേര് മാറ്റത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഡിസിപ്റ്റീവ്ലി സിമിലർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം എല്ലാ ട്രേഡ് മാർക്കുകൾക്കും ബാധകമാകുമോ എന്നുള്ളൊരു മറ്റൊരു ചോദ്യമുണ്ട്. ബാധകമാവത്തില്ല. വെൽ നോൺ ട്രേഡ് മാർക്കുകൾക്ക്, എല്ലാവരും അറിയുന്ന, എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന അത്തരം പേരുകൾക്കാണ്. ഇന്നലെ വന്നിട്ടുള്ള ഒരു പേരിന്, ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമിന് ഈ പറയുന്ന ഡിസിപ്റ്റീവ്ലി സിമിലർ മറ്റൊരു ബ്രാൻഡ് നെയിം ഈ ബ്രാൻഡ് നെയിമിനോട് ഏകദേശമൊക്കെ സാമ്യമുള്ള പേര് എന്നാൽ അത്ര വലിയ സാമ്യത വരുന്നില്ല. അത് ഈ പറയുന്ന ഡിസിപ്റ്റീവ്ലി സിമിലർ എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് പെടത്തില്ല. കാരണം ആൾക്കാർ കൺഫ്യൂസ് ചെയ്യത്തില്ല. ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യത്തില്ല. കാരണം ഇത് അത്തോളം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റാർബക്സ് പോലെയുള്ള, അമുൽ പോലെയുള്ള ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസിപ്റ്റീവ്ലി സിമിലർ എന്ന് പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടെ പ്രസക്തി കൂടുതലായിരിക്കും. അപ്പോൾ കോടതി പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ഇത് വെൽ നോൺ ആണോ, കൂടുതൽ ആൾക്കാർക്കിടയിൽ ഈ പേര് റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളതാണ് പൊതുവെ പരിഗണിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് നെയിം നോക്കുന്ന സമയത്ത് ഈവൻ ദോ നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും ട്രേഡ് മാർക്ക് രജിസ്ട്രിക്ക് ഈ രജിസ്ട്രേഷൻ റദ്ദാക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. ആരെങ്കിലും ലീഗലി മൂവ് ചെയ്യണം, കോടതി അവർക്ക് അനുകൂലമായിട്ട് ഉത്തരവിടുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് നെയിം റദ്ദ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് നിങ്ങൾ നോക്കുന്നത് എപ്പോഴും മറ്റേതെങ്കിലും ഒരു പേരിനെ കോപ്പി അടിച്ചിട്ടോ, ഈവൻ ലോഗോ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കോപ്പി അടിച്ചിട്ട്, ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ബ്രാൻഡ്സിനെ കോപ്പി അടിച്ചിട്ട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഈവൻ ദോ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും പിന്നീട് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ഞാൻ ഈ ചാനലിനകത്ത് ചെയ്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. എൻ്റെ സുജുരാജൻ ലീഗൽ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട്. കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളതും ധാരാളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സുജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.